തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം നിർവഹിച്ചത് അപ്പോൾ അദ്ദേഹം നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല. കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് രാജ്ഭവനെ അറിയിച്ചതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഗവർണർ എന്ന നിലയ്ക്ക് ഗവർണർ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് ഇവിടെ അകത്തും പുറത്തും സംഘർഷം നടക്കുന്നു. നമുക്ക് തന്ന സത്യവാങ്മൂലം ലംഘിച്ചുകൊണ്ട് ഈ സംഘാടകർ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്തുകയാണ്. അതിൻ്റെ കാര്യം കൃത്യമായി രാജ്ഭവനെ അറിയിക്കുക എന്നുള്ളത് സർവകലാശാലയുടെ രജിസ്ട്രാർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അദ്ദേഹം ചെയ്തു. ഗവർണർക്കെതിരായിട്ടൊന്നും അദ്ദേഹം പ്രവർത്തിച്ചില്ല. പിന്നീട് ഇത് സർവകലാശാലയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ സംഘാടകർ പരിപാടി നടത്തി. അതിൽ ഗവർണർ വന്നു. ഗവർണർ കൃത്യമായി ഒരു പ്രശ്നമില്ലാതെ പരിപാടി പങ്കെടുത്തിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഗവർണറെ ഏതെങ്കിലും നിലയിൽ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയും സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, രജിസ്ട്രാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അദ്ദേഹം കൃത്യമായി ഇവിടുത്തെ നിയമം പാലിക്കുക മാത്രമാണ് ചെയ്തത്. അല്ല, വി സി അങ്ങനെ ഏത് സാഹചര്യത്തിലാണ് റിപ്പോർട്ട് കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. കാരണം വി സി കൂടെ കക്ഷി അതിനകത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സിൻഡിക്കേറ്റാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. വി സി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറാണ്. രജിസ്ട്രാർ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറാണ്. ഇവർ രണ്ടും പെട്ട ഒരു പ്രശ്നമാണ്, ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി അഭിപ്രായം പറയേണ്ടത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് പറയുന്നത്. സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടിയാലല്ലേ ഇതിൻ്റെ കൃത്യമായ പ്രശ്നം എവിടെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഏകപക്ഷീയമായി ഒരു റിപ്പോർട്ട് ഇവിടെയെങ്ങും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലാത്ത വി സി ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എങ്ങനെയാണ് സർവകലാശാലയുടെ റിപ്പോർട്ടാവുന്നത്? അത് ശരിയായ കാര്യമല്ലല്ലോ. അത്തരം വിഷയങ്ങളെല്ലാം കൂടി ഏത് സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് നമ്മൾ സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ആണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടി അതിനകത്ത് ഒരു വ്യക്തത വരുത്തേണ്ടത്. അതുണ്ടാവണം. വൈസ് ചാൻസലർ നേരത്തെ തന്നെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടതാണ്. ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടിപ്പം 2 ആഴ്ച കഴിഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ഇതുണ്ടായ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് ഇതിനെ സംബന്ധിച്ച് സർവകലാശാലയുടെ അഭിപ്രായം പൊതുസമൂഹത്തോട് പറഞ്ഞായിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഇതിൻ്റെ മറവിൽ നിയമം പാലിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രജിസ്ട്രാറെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് സിൻഡിക്കേറ്റ് അംഗീകരിക്കത്തില്ല. ഇതെല്ലാം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരട്ടെ. അല്ല, സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ ഈ വിഷയം ഇല്ലല്ലോ. അത് ഇവിടെ ഒരു മാനദണ്ഡമുണ്ട്. ഒരു ഹാൾ ബുക്ക് ചെയ്യുക, സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സംഘടനയോ ഒരു വ്യക്തിയോ വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയെ സംബന്ധിച്ച് എന്താണ് ആ പരിപാടി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സത്യവാങ്മൂലം ഇവിടെ കൊടുക്കണം. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പരിപാടി നടത്താവൂ. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് കൊടുത്തതെന്നുള്ളത് കൂടി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണ്ടേ? നമ്മളിവിടെ വളരെ വിശദമായി മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്തിട്ടാണ് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മാനദണ്ഡം കൃത്യമായി ഈ കാര്യത്തിൽ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കൂടി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. സിൻഡിക്കേറ്റ് യോഗം ചേർന്നാലേ പറ്റുള്ളൂ. വിളിക്കണമല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ വിളിക്കേണ്ടതാണ്. അത് വൈകി പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ കത്ത് കൊടുത്തത് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. കാരണം കേരള സർവകലാശാല, നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർവകലാശാലയുടെ നേട്ടങ്ങളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. സർവകലാശാലയുടെ റാങ്കിങ്, അതിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചല്ല. പക്ഷെ കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് വിളിക്കണം. എന്നാൽ 59ാമത്തെ ദിവസത്തിൽ വേണമെങ്കിൽ സിൻഡിക്കേറ്റ് വിളിക്കാം. ആ സാധ്യതയാണ് ഇപ്പോൾ വി സി ഉപയോഗപ്പെടുത്തുന്നത്. 59ാമത്തെ ദിവസം നോക്കിയിരുന്നാണ് സിൻഡിക്കേറ്റ് വിളിക്കുക. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ അക്കാഡമിക് കാര്യങ്ങൾ, സർവകലാശാലയുടെ മറ്റു കാര്യങ്ങളൊന്നും ശരിയായ നിലയിൽ നടക്കേണ്ടതില്ല എന്ന താല്പര്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ആയിരുന്നില്ല മുൻപ് ഇവിടെ പല വി സിമാരുണ്ടായിരുന്നു. അവർ സർവകലാശാലയുടെ ദൈനംദിനമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദൈനംദിനമായ കാര്യങ്ങൾ പരിഹരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന നിലയിൽ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പരിഹരിച്ചു പോകും. ഇത് 59ാമത്തെ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇവിടുത്തെ രേഖകൾ പരിശോധിക്കാം. കഴിഞ്ഞ 1.5 വർഷമായി 57, 58, 59 ദിവസം ആകുമ്പോഴാണ് സിൻഡിക്കേറ്റ് വിളിക്കുക. എന്നാൽ സർവകലാശാലയുടെ ദൈനംദിനമായ കാര്യങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് പരിഹരിക്കപ്പെടേണ്ടതില്ല എന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു. സർവകലാശാല ഉണ്ടാക്കിയ നേട്ടങ്ങൾ പുറകോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഗൗരവതരമായി പരിശോധിക്കപ്പെടേണ്ടതാണ്.
സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്കെതിരെ ശക്തമായ വിമർശനവുമായി വന്നത്. സർവകലാശാലയിൽ വൈസ് ചാൻസലർ സ്ഥലത്ത് പോലും ഇല്ലാത്ത, രണ്ടാഴ്ചയായ പ്രദേശത്ത് പോലും ഇല്ലാത്ത വൈസ് ചാൻസലർ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്? ഈ വിഷയങ്ങളിലൊക്കെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ ഭരണനിർവഹണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ആ സിൻഡിക്കേറ്റ് ഇതുവരെ ചേർന്നിട്ടില്ല. സിൻഡിക്കേറ്റുമായി ആലോചിച്ചിട്ടുള്ള ഉണ്ടായ പ്രശ്നങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വൈസ് ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ രജിസ്ട്രാറുടെ നടപടികൾ, അത് സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി തന്നെയാണ് രജിസ്ട്രാർ ഇക്കാര്യത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്.